ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊന്ന് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്നിവിടെ കൊണ്ടുവരുന്നത് വളരെ സെക്യൂർഡായിട്ട് നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റിയൊരു ആപ്പാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കുറച്ച് ദിവസം മുന്നേ തന്നെ വാട്സപ്പിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ സിഗ്നൽ ആപ്പ് യൂസ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോണ ആപ്പ് സിഗ്നലാണ്. വളരെ നല്ലൊരു ആപ്പാണ്. അത്യാവശ്യം വാട്സപ്പിനേക്കാൾ കൂടുതൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൽ. നമുക്കപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കപ്പോൾ എങ്ങനെയാണ് സിഗ്നൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ പ്ലേ സ്റ്റോർ എടുക്കുക, അതിൽ സിഗ്നൽ ടൈപ്പ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് തന്നെ കണ്ടിന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്യുക. നമ്മളെ നമ്പർ കൊടുക്കുക. അപ്പോൾ നമുക്കൊരു OTP വരുന്നതായിരിക്കും. പിന്നെ നമ്പർ ചോദിക്കുന്നുണ്ട്. നമ്മളെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടൊരു പിൻ നമ്പറാണ് ചോദിക്കുന്നത്. അപ്പോൾ മിനിമം 4 അക്കമാണ് ഇതിൽ അടിച്ചു കൊടുക്കാൻ പറ്റുക. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പാസ്വേഡ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇവിടെ അടിയിലുണ്ട്. നമ്മളിപ്പോൾ നമ്പർ കൊടുക്കുന്നു. നമ്മളെ അക്കൗണ്ട് രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡിഫോൾട്ടായിട്ട് നമ്മളെ മെസ്സേജിങ് ആപ്പ് വേണമെങ്കിൽ ആക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു യൂസർ ഇൻ്റർഫേസ് ആണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ക്യാമറ ബട്ടൺ ഉണ്ട്. അതിൻ്റെ അടിയിലായിട്ട് നമുക്കൊരു പെൻസിൽ കാണാം. അപ്പോൾ പെൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ കോണ്ടാക്റ്റ് കിട്ടും. അതിലിപ്പോൾ ജസ്റ്റ് ഞാൻ ഒരാളെടുത്ത് കാണിക്കാം. ഇതിൽ വാട്സപ്പ് പോലെ തന്നെ വീഡിയോ ഉണ്ട്, വോയിസ് കോൾ ഉണ്ട്, പിന്നെ സ്മൈലീസിൽ സെപ്പറേറ്റ് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാട്സപ്പ് പോലെ തന്നെ വോയിസ് റെക്കോർഡ്, പിന്നെ നമുക്കിതിൻ്റെ സെറ്റിങ്സിലേക്ക് പോകാം. സെറ്റിങ്സിൽ ഞാൻ ഓൾറെഡി ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോയും പേരും നമുക്ക് എന്താണെന്ന് വെച്ചാൽ കൊടുത്തിട്ട് സേവ് ചെയ്യാം. പിന്നെ ഫസ്റ്റ് നമുക്കിത് മെസ്സേജിങ് ആപ്പായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇഷ്ടമുള്ള സൗണ്ടുകൾ സെറ്റ് ചെയ്യാം. പിന്നെ പ്രൈവസിയിൽ ഇതിൽ സ്ക്രീൻ ലോക്കിംഗ് ഉണ്ട്, സ്ക്രീൻ സെക്യൂരിറ്റി ഉണ്ട്. അത് നമുക്ക് സ്ക്രീൻഷോട്ടൊക്കെ ഡിസേബിൾ ചെയ്ത് വയ്ക്കാം. മെയിനായിട്ടും ഇതിൽ വരുന്ന പുതിയ ഫീച്ചർ അതാണ്. പിന്നെ വാട്സപ്പ് പോലെ തന്നെ കുറേ